മലയാള സിനിമാ പ്രേക്ഷകർക്ക് വേറിട്ട ഹാസ്യത്തിന്റെ പുത്തൻ അനുഭവമാണ് മാള അരവിന്ദൻ സമ്മാനിച്ചത്. മാളയുടെ ജീവിത യാത്രയിലൂടെ 60കളുടെ ഒടുവിൽ ഡോക്ടർ ബാലകൃഷ്ണന്റെ സിന്ദൂരം എന്ന സിനിമയിൽ മാള അരവിന്ദന്റെ ആദ്യത്തെ ചലച്ചിത്രാഭിനയം സെറ്റിൽ നിന്ന് തന്നെ കണ്ട് തോളിൽ കൈവച്ചു നിന്നു പോയിട്ടുണ്ട് ചിരിയുടെ മുടിചൂടാമന്നനായ സാക്ഷാൽ നാഗേഷ്. പിന്നീട് തമിഴിലും തെന്നിന്ത്യൻ സിനിമയിൽ ഒന്നാകെയും നാഗേഷ് നിറഞ്ഞു നിന്ന കാലത്ത് മലയാളത്തിൽ ആ മഹാനടന്റെ കുറവ് നമ്മൾ അറിയാതിരുന്നത് നമുക്ക് മാള അരവിന്ദൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. 2 പതിറ്റാണ്ടുകാലം പപ്പു, മാള, ജഗതിത്രയങ്ങൾ മലയാള സിനിമയുടെ ഹാസ്യലോകം അടക്കിവാണ കാലത്ത് മാള അരവിന്ദന്റെ കോമ്പിനേഷൻ ഷോട്ടിന് വേണ്ടി സൂപ്പർ താരങ്ങൾ വരെ കാത്തിരുന്ന കാലമുണ്ടായിരുന്നു. അതൊരു കാലം. മലയാള സിനിമയിലെ ആദ്യകാല വിദൂഷക സംഘമായ SP പിള്ള, അടൂർബാസി, ബഹദൂർമാരുടെ ഇങ്ങേയറ്റത്ത് നമുക്കൊരു മാള അരവിന്ദനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ആ വലിയ സാന്നിധ്യങ്ങളെ അറിയാതിരുന്നത്. ചിരിയുടെ സിദ്ധൌഷധങ്ങളോടെ തന്നെ സ്വഭാവവേഷങ്ങളിലും മാള തിളങ്ങിയെങ്കിലും ഭരതനും ലോഹിതദാസുമെല്ലാം മൺമറഞ്ഞതോടെ ആ അവസരങ്ങൾ നിലച്ചു. പക്ഷെ ചിരിയുടെ ചരിത്രത്തിൽ ചിരി സ്വന്തം കയ്യിൽ നിന്നെടുത്ത് തന്നെ ചെലവാക്കേണ്ടി വന്ന കലാകാരനായിരുന്നു മാള അരവിന്ദൻ. ന്യൂ ജനറേഷന് അത് സ്ലാപ്സ്റ്റിക് ആണെങ്കിൽ ചിരിയുടെ പരമാചാര്യനായ ചാർലി ചാപ്ലിനും സ്ലാപ്സ്റ്റിക് ആവേണ്ടി വരും. കറുപ്പിലും വെളുപ്പിലും തുടങ്ങി മലയാള സിനിമയുടെ 4 തലമുറയ്ക്കൊപ്പം വലിയൊരു നാടകകാലത്തിന്റെ അനുഭവ സമ്പത്തായി മാള ചിരി നിറഞ്ഞൊരു ഭൂപ്രദേശം തന്നെയായി. പോലീസുകാരനും കള്ളനും ചായക്കടക്കാരനും അന്ധഗായകനും ഭ്രാന്തനും കോമാളിയും രണ്ടാം ഭർത്താവും തലതിരിഞ്ഞ രാഷ്ട്രീയക്കാരനും ആർത്തിക്കാരനും ഏഷണിക്കാരനും ആനപ്പാപ്പാനും പിന്നെ ജീവിതം പോലെ തന്നെ തബലവാദകനുമായി നന്മ നിറഞ്ഞ നാട്ടുവേഷങ്ങളിൽ മാളയെയല്ലാതെ നമുക്ക് സങ്കല്പിക്കാനാവില്ല. 1968 ആദ്യ ചിത്രം സിന്ദൂരം തൊട്ട് 2013 അവസാന ചിത്രം പുണ്യാളൻ അഗർബത്തീസ് വരെ 400ഓളം വേഷങ്ങളിൽ സ്വന്തം ജന്മദേശത്തെ എഴുതി മാള യാത്രയാവുമ്പോൾ മലയാളി സ്തബ്ധമാവുന്നത് വലിയ വിടവുകൾക്കെല്ലാം വേദനയില്ലാതെ പകരക്കാരനായി നിന്ന നടന് ഇനി ആരും പകരക്കാരില്ലെന്ന് ഓർക്കുമ്പോഴാണ്. അരനൂറ്റാണ്ട് കാലത്തെ മലയാള സിനിമയുടെ ഒരു ചരിത്രം അവിടെ തീരുന്നു.